ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാവക്ക തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും പാവക്ക ഇഷ്ടമല്ല, കാരണം അത് കയ്പ്പുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പാവക്ക തോരൻ ഒട്ടും കയ്പ്പില്ലാത്ത രീതിയിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് പാവക്ക തോരൻ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം അളവിൽ പച്ച നിറത്തിലുള്ള പാവയ്ക്കായിട്ട് എടുത്തത്. പൊതുവെ അഭിപ്രായം പച്ച പാവയ്ക്ക് കയ്പ്പ് കൂടുതലാണെന്നാണ്, പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനിതാ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തി കൊടുത്ത് കൈ കൊണ്ടൊന്ന് തിരുമ്പിയിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതാ ഇതെന്ന് കണ്ടാവും കുറച്ച് നല്ല വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒഴിവാക്കിയിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തി. പിന്നെ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര് വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കഴുകി ഒഴിവാക്കിയതാണെങ്കിലും കുറച്ച് ഉപ്പ് അതിലുണ്ടാവും. ഇനി ഇതാ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. മുളകും കൂടെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിത് അവിടെ ഒരു 25 ചുവന്നുള്ളി, ഒരു 3 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയൊക്കെ ഒന്ന് നെടുകെ കീറിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വരാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവക്ക ഇതിനകത്തേക്ക് ചേർത്തി കൊടുക്കാം. ഇനിയിത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പം പാവയ്ക്കയും ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇതാ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുവിയെടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മളിപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ പാവക്ക വെച്ചിട്ട് ഈ തേങ്ങേനെ ഇതിലേക്കൊന്ന് പൊതിഞ്ഞ് വെക്കാൻ കേട്ടോ. ഒന്ന് നടുഭാഗം ഒന്ന് താത്തിയതിന് ശേഷം തേങ്ങേനെ നമുക്കൊന്ന് പൊതിഞ്ഞ് മൂടി വയ്ക്കാം. ഇതുപോലെ തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു പാവയ്ക്ക തോരനിൽ നമ്മൾ ഒറ്റ തുള്ളി വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചിട്ട് പാവയ്ക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് കൂടി വരിക ചെയ്യുക കേട്ടോ. അപ്പോൾ എപ്പോഴും പാവയ്ക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടിപ്പ് എന്താണെന്ന് പറയാം. കയ്പ്പയ്ക്ക ഒട്ടും കയ്പ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ ശേഷം നമ്മൾ അരി കഴുകൂലേ, അരി കഴുകിയ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചിട്ട് കഷ്ണങ്ങൾ വാരി കഴുകിയെടുത്താൽ മതി. അപ്പം അതിൻ്റെ കയ്പ്പ് മൊത്തത്തിൽ പോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ അരി കഴുകിയ വെള്ളം എടുത്ത് വയ്ക്കാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ പോലെ ഉപ്പ് ചേർത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഉപ്പ് ചേർത്തി ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഒന്നുകൂടി കഴുകിയെടുത്താൽ മതി. അപ്പോൾ കയ്പ്പ് നന്നായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പാവയ്ക്കത്തോരൻ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഫ്ലെയിം ലോ ആണ്. ആ ഒരു ഫ്ലെയിം കിടന്നിട്ടാണിത് പാവയ്ക്ക തോരൻ റെഡിയായി വരുന്നത്. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒട്ടും കയ്പ്പില്ലാത്ത നല്ല അടിപൊളി പാവയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക കഴിക്കാത്ത ആൾക്കാരും ഇനി ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.